കരാറുകാരൻ കൃത്യമായി അടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബാധ്യത മുഖ്യ തൊഴിലുടമയ്ക്ക് വന്നു ചേരും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അർജുന കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്. ഇത് വളരെ പ്രധാനമെന്ന് പറയാൻ കാരണം ഇപ്പോൾ കരാർ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ ഉടമകളും കരാറുകാരും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സംശയമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: ഒരു കരാറുകാരൻ മുഖേന കരാർ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കരാർ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വമായ വീഴ്ച ഉപേക്ഷ വരുത്തിയാൽ ചിലപ്പോൾ കരാർ തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികളായി ജോലിക്ക് എടുക്കേണ്ടതായ ഒരു സാഹചര്യം പ്രിൻസിപ്പൽ എംപ്ലോയർ അല്ലെങ്കിൽ മുഖ്യ തൊഴിൽ ഉടമയ്ക്ക് വന്നു ചേരുന്നതാണ്. ഇവിടെ മുഖ്യ തൊഴിൽ ഉടമ എന്ന് പറയുന്നത് കരാറുകാരനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കരാറുകാരന് ഏതെങ്കിലും ജോലി കരാർ വ്യവസ്ഥയിൽ ഏൽപ്പിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ മുഖ്യ തൊഴിലുടമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എംപ്ലോയർ. അപ്പോൾ ഒരു കരാറുകാരനെ കൊണ്ട് ഏതെങ്കിലും ജോലികൾ ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഖ്യ തൊഴിലുടമ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം ആ കരാറുകാരനുമായി ഒരു ഉടമ്പടി, ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെക്കുക എന്നുള്ളതാണ്. ആ എഗ്രിമെൻ്റ് കഴിയുന്നതും ഒരു 200 രൂപ വിലയുള്ള നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കി സൂക്ഷിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ആ ഉടമ്പടി എഴുതി തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് മുഖ്യ തൊഴിൽ ഉടമയുടെ സേഫ്റ്റിക്ക്, സുരക്ഷിതത്വത്തിന് ആവശ്യമായ എല്ലാ പ്രൊവിഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ആ ഉടമ്പടി തയ്യാറാക്കാനായിട്ട്. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കരാറുകാരനെ ഏൽപ്പിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിയായിരിക്കണം. ഏത് ജോലിയാണ് ആ കരാറുകാരനെ ഏൽപ്പിക്കുന്നത് എന്ന് വ്യക്തമായി ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടാവണം. എത്ര തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതിൽ മുഖ്യ തൊഴിലുടമ പറയേണ്ടത് ആ കരാറുകാരനെ ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായും സമയബന്ധിതമായും ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്വം കരാറുകാരന് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ആ ജോലി ചെയ്തു തീർക്കാനായിട്ട് കരാറുകാരന് 10 പേരെ ജോലിക്ക് വയ്ക്കാം, 20 പേരെ വയ്ക്കാം, 200 പേരെ വയ്ക്കാം, അത് അയാളുടെ ഇഷ്ടമാണ്. പക്ഷേ മുഖ്യ തൊഴിലുടമയുടെ ആവശ്യം ആ ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായി അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ ഫിക്സ് ചെയ്യും, ഒരു ഗുണമേന്മ. അപ്പോൾ ഗുണമേന്മ ഒട്ടും താഴ്ന്നു പോകാതെ സമയബന്ധിതമായി കൃത്യമായി ആ കരാറുകാരൻ ചെയ്ത് തീർക്കേണ്ടതാണ്. മറ്റൊന്ന്, കരാറുകാരൻ്റെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ സൂപ്പർവിഷൻ, കൺട്രോൾ, അതിൻ്റെ മേൽനോട്ടം, അവരുടെ ഭരണ ചുമതല, ഇതെല്ലാം തന്നെ കരാറുകാരൻ്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. അതിൽ മുഖ്യ തൊഴിലുടമ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കരാറുകാരൻ്റെ തൊഴിലാളികളും മുഖ്യ തൊഴിൽ ഉടമയുമായി യാതൊരു തരത്തിലുമുള്ള തൊഴിലുടമ ബന്ധവും ഇല്ല. അത് കരാറുകാരൻ്റെ തൊഴിലാളിയാണ്. കരാറുകാരൻ്റെ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്, ലീവ് കൊടുക്കേണ്ടത്, ബോണസ് കൊടുക്കേണ്ടത്, ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടത്, ഇതെല്ലാം തന്നെ കരാറുകാരൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. മുഖ്യ തൊഴിൽ ഉടമയുടെ ഉത്തരവാദിത്തമല്ല. കരാർ തൊഴിലാളിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കേണ്ടത് കരാറുകാരനാണ്. മുഖ്യ തൊഴിലുടമക്ക് അതിൽ യാതൊരു കാര്യവും ഇല്ല. മറ്റൊന്ന്, ഈ കരാർക്കാരന് ഒരു സ്ഥിരമായി ഓഫീസ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ ഓഫീസിന് നമ്മുടെ ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് EPF രജിസ്ട്രേഷൻ കോഡ് നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. ESI രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കാം.
അങ്ങനെ EPF രജിസ്ട്രേഷനും ESI രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ ആ കരാർ തൊഴിലാളിയുടെ ESI EPF എന്നിവ അടക്കുന്നത് അത് ESI ഓഫീസിലും അതുമല്ലെങ്കിൽ EPF ഓഫീസിലൊക്കെ ആ തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ അടക്കുന്നത് കരാറുകാരൻ തന്നെയായിരിക്കണം. അത് മുഖ്യ തൊഴിൽ ഉടമയുടെ ബാധ്യതയല്ല. കരാർ തൊഴിലാളികളുടെ ESI കോൺട്രിബ്യൂഷൻ EPF കോൺട്രിബ്യൂഷൻ എന്നിവ കൃത്യമായി അടക്കുന്നുണ്ടോ എന്ന് മുഖ്യ തൊഴിലുടമയ്ക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് കരാറുകാരൻ്റെ അടുത്ത് പറയണം തൊഴിലാളികളുടെ ESI EPF അടച്ചതിൻ്റെ രേഖകൾ അതായത് 15-ാം തീയതിക്ക് മുമ്പാണ് അടക്കേണ്ടത്. അപ്പോൾ ESI EPF കോൺട്രിബ്യൂഷൻ അടച്ചതിൻ്റെ രേഖകൾ ഒരു 18-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതിക്ക് മുൻപായി മുഖ്യ തൊഴിൽ ഉടമയുടെ മുമ്പാകെ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ്. കാരണം ESI കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ EPF കോൺട്രിബ്യൂഷൻ കരാറുകാരൻ കൃത്യമായി അടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബാധ്യത മുഖ്യ തൊഴിലുടമയ്ക്ക് വന്നു ചേരും. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാനായി കരാറുകാരൻ കൃത്യമായി ഈ കോൺട്രിബ്യൂഷൻ അടക്കുന്നു, ESI കോൺട്രിബ്യൂഷൻ EPF കോൺട്രിബ്യൂഷൻ അടക്കുന്നുണ്ട് എന്ന് മുഖ്യ തൊഴിൽ ഉടമ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ കരാറുകാരൻ സൂക്ഷിക്കേണ്ടതായ ചില സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സും റെക്കോർഡ്സും ഉണ്ട്. ഉദാഹരണമായി മസ്റ്റർ റോള്, രജിസ്റ്റർ ഓഫ് വേജസ് സ്ലിപ്പ്, ഓവർ ടൈം രജിസ്റ്റർ, ഇങ്ങനെയുള്ള കുറേ റെക്കോർഡ്സുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ റെക്കോർഡുകളെല്ലാം തന്നെ കരാറുകാരൻ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യതയും മുഖ്യ തൊഴിലുടമയ്ക്കുണ്ട്. ആ രജിസ്റ്ററുകളെല്ലാം തന്നെ എല്ലാ മാസാവസാനം മുഖ്യ തൊഴിൽ ഉടമയുടെ മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെടാം. അദ്ദേഹത്തിന് അത് വെരിഫൈ ചെയ്യാം. കരാർ തൊഴിലാളികൾക്ക് എഗ്രീഡ് വേജസ് അല്ലെങ്കിൽ മിനിമം വേജസ് കൃത്യമായി കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അതിനുശേഷം ആ രജിസ്റ്റർ ഓഫ് വേജസിൽ കൗണ്ടർ സൈൻ ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കരാറുകാരന് കൊടുക്കേണ്ടതായ കരാറുകാരൻ്റെ ബില്ല് പാസ്സാക്കേണ്ട ആവശ്യമുള്ളൂ. കരാറുകാരൻ്റെ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പായിട്ട് മുഖ്യ തൊഴിലുടമ ഈ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് ഇതെല്ലാം ഭംഗിയായി കരാറുകാരൻ നിറവേറ്റുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കണം. ചില സാഹചര്യങ്ങളിൽ ഈ കരാർ തൊഴിലാളികളുടെ ESI കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ EPF കോൺട്രിബ്യൂഷൻ അടക്കാൻ കരാറുകാരന് പറ്റിയെന്ന് വരില്ല. കാരണം ചിലപ്പോൾ കരാറുകാരന് അത്രയും വർക്കേഴ്സ് ഉണ്ടാവില്ല. 20 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് PF കോഡ് കിട്ടുകയുള്ളൂ. 10 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ESI കോഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ESI കോൺട്രിബ്യൂഷനും PF കോൺട്രിബ്യൂഷൻ അടക്കാൻ പറ്റാത്ത സാഹചര്യം വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഈ കരാറുകാരൻ്റെ കയ്യിൽ നിന്നും ഒരു റിക്വസ്റ്റ് വാങ്ങണം. ആ റിക്വസ്റ്റിൽ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് എനിക്ക് ESI കോഡും EPF കോഡും ഇല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ അടക്കുവാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ കൂടി മുഖ്യ തൊഴിലുടമ അദ്ദേഹത്തിൻ്റെ കോഡിൽ കൂടി റെമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുഖ്യ തൊഴിലുടമയ്ക്ക് കരാർ തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ കൂടി അദ്ദേഹത്തിൻ്റെ EPF കോഡിൽ കൂടിയും ESI കോഡിൽ കൂടിയൊക്കെ റെമിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു റിക്വസ്റ്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യുവാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ജോലി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കരാറുകാരനെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കരാർ കൊടുക്കുന്ന ജോലി ഗവൺമെൻറ് കോൺട്രാക്റ്റ് ലേബർ റെഗുലേഷൻ അബോളിഷൻ ആക്ടിൻ്റെ സെക്ഷൻ 10 പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്യാത്ത, കരാർ തൊഴിലാളികളെ നിയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രൊഹിബിഷൻ ഓർഡർ സർക്കാർ പുറപ്പെടുവിക്കാത്ത ജോലി ആയിരിക്കണം, അല്ലെങ്കിൽ തൊഴിൽ മേഖല ആയിരിക്കണം എന്ന ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏത് ജോലിക്ക് വേണമെങ്കിലും നമുക്ക് കരാറുകാരനെ നിയോഗിക്കാം, കരാർ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം.